വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പാലിയേറ്റീവ് കെയർ, അതായത് ജനസേവനം, അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. ഈ ഒരു വേർഡ് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. കുറെ വർഷങ്ങളായി ഇതിന്റെ പുറകെ പണിയെടുക്കുന്ന ആളുകൾ പലരും ഇതിലുണ്ടാവും. ഏതായാലും ഇതിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പം, ഈ ഒരു വിഷയം നമ്മൾ എടുക്കുമ്പം എന്താണ് പാലിയേറ്റീവ് കെയർ, അതല്ലെങ്കിൽ ഇതിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത് തുടങ്ങി നമ്മൾ ചെറിയ ഒരു രൂപത്തിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പം നമുക്ക് മനസ്സിലാക്കാം, ഇത് ശരിക്കും 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൽ ലണ്ടനിലും അയർലൻഡിലും ഒക്കെ സ്ഥാപിച്ച മരണാസന്നരായ ആളുകൾക്ക്, അതായത് അസുഖം വന്നിട്ട് ഇനി മാറൂല, ഈ അസുഖം ഭേദമാവൂല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയ രോഗികൾക്ക് ഉള്ള ഒരു അഭയ കേന്ദ്രമായിട്ടാണ് ശരിക്കും പാലിയേറ്റീവ് കെയർ അന്ന് തുടക്കമിട്ടത്. അതിനുശേഷം 1960 പിന്നെ 1960 ഡെയിൻ സിസിലി സോണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇതിന് ശരിക്ക് നേതൃത്വം കൊടുത്തത്. അവര് ഇംഗ്ലണ്ടിലുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഒരു ഹോസ്പൈസ് മൂവ്മെന്റ് ആണ് ശരിക്ക് ഈ പാലിയേറ്റീവ് കെയറിന് രൂപം നൽകിയത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നാല് നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ കേരളത്തില് അത് തന്നെ കോഴിക്കോടാണ് ഇതിന് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. അത് 1993 ഡോക്ടർ MR രാജഗോപാൽ സാറിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിന് ആരംഭം കുറിക്കുന്നത്. ഈ സമയത്ത് 1993 എന്ന് പറഞ്ഞാല് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങള് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് അനസ്തീഷ്യ എടുക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു സാറാണ് ഈ രാജഗോപാല സാറ്. അന്ന് പിന്നെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും ക്യാൻസർ രോഗികൾക്കൊക്കെ മാത്രം ആയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ പാലിയേറ്റീവ് കെയർ ഉണ്ടായിരുന്നത്. അതായത് ക്യാൻസർ വന്ന് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസർ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാല് ഇനി അസുഖം മാറൂല, അതേസമയം വേദന, അങ്ങേ അറ്റത്തെ വേദന സഹിക്കുന്ന രോഗികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള രോഗികൾക്ക് മാത്രമുള്ള ഒരു സംഗതിയായിട്ടാണ് അന്നൊക്കെ പിന്നെ പാലിയേറ്റീവ് കെയർ ഉണ്ടായിരുന്നത്. പിന്നെ അത് എന്തായി, അത് നമ്മളെ ക്ലാസ്സിൽ വീണ്ടും വരുന്നുണ്ട്. പിന്നെ അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ അതിന്റെ ഒരു മാറ്റം. അപ്പം 1990 ഈ ശരിക്കും പറഞ്ഞാല് പാലിയേറ്റീവ് കെയറിന്റെ ഡെഫിനിഷൻ എന്താണ്, പാലിയേറ്റീവ് കെയർ എന്നുള്ള ഒരു ഡെഫിനിഷന് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയിട്ടുണ്ട്. അത് 1990 പുറത്തിറക്കിയത്. അതിനുശേഷം 2006 അവര് അത് എന്ത് ചെയ്തു, റിവൈസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ 1990 പിന്നെ അവര് പറഞ്ഞ നിർവചനം എന്താന്ന് വെച്ചാല്, മാറ്റിയെടുക്കാൻ പറ്റാത്ത ഘട്ടത്തിലെത്തിയ രോഗികളെയും അവരുടെ കുടുംബത്തെയും സമ്പൂർണമായും ക്രിയാത്മകമായും പരിചരിക്കുന്ന ഒരു രീതി എന്നതാണ് ആ നിർവചനം. ഇതിലെ ഓരോ വേർഡും ഇമ്പോർട്ടന്റ് ആണ്. അതായത് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഘട്ടത്തിലെത്തിയ രോഗികളെയും അവരുടെ കുടുംബത്തെയും, രോഗികളെ മാത്രമല്ല, രോഗികളെയും അവരുടെ കുടുംബത്തെയും സമ്പൂർണമായും ക്രിയാത്മകമായും പരിചരിക്കുന്ന രീതി. അപ്പൊ സമ്പൂർണം, ക്രിയാത്മകം, രോഗി, അവരുടെ കുടുംബം, ഇതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡുകളാണ്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ നിർവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാല് ആരൊക്കെയാണ്? രോഗിയും കുടുംബവും ഒരുമിച്ചാണ് ഈ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഗുണഭോക്താക്കൾ ആകുന്നത്. ഇനി എന്താണ് സമ്പൂർണമായ പരിചരണം എന്നുള്ളത് കൊണ്ട് പറയുന്നത്, അർത്ഥമാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
സമ്പൂർണമായ പരിചരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം ഒരു രോഗി, കിടപ്പിലായ ഒരു രോഗി, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായ പ്രയാസം മാത്രമല്ല അവർക്ക് പ്രയാസമായിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവും അതേപോലെ തന്നെ സാമൂഹികവും ആത്മീയവുമായ എല്ലാ മേഖലകളെയും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഈ എല്ലാ മേഖലകളെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് ഇംഗ്ലീഷിൽ പറയുമ്പം ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് എന്നാണ് നമ്മൾ പറയാം. ഈ 4 മേഖലകളും ഉൾക്കൊള്ളുമ്പോഴാണ് ശരിക്കും ഒരു പാലിയേറ്റീവ് കെയർ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിസിക്കലി അതായത് ശാരീരികമായിട്ട് എന്തൊക്കെ പ്രയാസങ്ങളാണോ ഉള്ളത്, ചിലപ്പം വേദന ഉണ്ടാവും, അല്ലെങ്കിൽ കാല് മൂവ് ചെയ്യാൻ പറ്റായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ പറയാം. അതേസമയം മെന്റൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസം എന്ന് പറയുമ്പം അതിൽ എന്തൊക്കെ വരും നമുക്കറിയാം. ഒരു രോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് നമ്മളൊക്കെ അവസ്ഥ മാറി മറിയ അല്ലെ. നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കണ ഞാന് 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണ് നമ്മളെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റൂല. ആ ഒരു അവസ്ഥയിൽ നമുക്ക് പെട്ടെന്നൊരു രോഗം വരുമ്പം അവരെ മെന്റൽ സ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയത്തിലായിരിക്കും. അതേപോലെ ഒരുപാട് സങ്കടം അവർക്കുണ്ടാവും, ഈ ഒരു അവസ്ഥയിലായി പോയല്ലോ എന്നുള്ളൊരു സങ്കടം. അതേപോലെ ഭയങ്കര ആങ്സൈറ്റി അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാവും, ഇതിനി എന്താവും, ഇത് മാറൂലേ എന്നൊക്കെയുള്ള. അതേപോലെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും, ജോലിയുടെ അവസ്ഥ എന്താവും, ഇങ്ങനൊക്കെ ഉള്ള പല ചിന്തകളും അവരെ അലട്ടുന്നുണ്ടാവും. പിന്നെ അതേപോലെ സോഷ്യലായിട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് എന്ന് പറയുമ്പോൾ അവരൊരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാവും അല്ലെ. കിടപ്പ് രോഗികളാകുമ്പോൾ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റൂല, അവർക്ക് നടക്കാൻ പറ്റൂല. അതുവരെ ആ നിമിഷം വരെ നടന്ന ആളായിരിക്കും. അതേപോലെ അവർക്ക് അവരെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ജോലി, അവരേതെങ്കിലും സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം, ഇങ്ങനെ പല അർത്ഥത്തിലും സോഷ്യലി അത് അവരെ അഫക്റ്റ് ചെയ്യും. പിന്നെ 4മത്തെ സംഗതിയാണ് സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിശ്വാസ ദൗർബല്യം സംഭവിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഒരു രോഗം എന്ന് പറയുന്നത് അല്ലെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. ആ ഒരു നിമിഷം ഒരു പക്ഷേ മനുഷ്യന് അങ്ങനെയും സംഭവിച്ചു പോകും. അതായത് അവരുടെ വിശ്വാസ തകർച്ച അല്ലെങ്കിൽ ഒരു നിരാശ ഒക്കെ അവർക്ക് വന്നു പോകും. അപ്പൊ ഈ തലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതായതുകൊണ്ടാണ് ഇത് സമ്പൂർണമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് രോഗിയെയും കുടുംബത്തെയും ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ സമ്പൂർണവും ക്രിയാത്മകവും എന്ന് പറഞ്ഞു. ഈ സമ്പൂർണം എന്ന് പറഞ്ഞതിലാണ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ തലങ്ങൾ ഉൾക്കൊള്ളുന്നത്. പിന്നെ ക്രിയാത്മകം എന്നുള്ളതാണ്. എന്താണ് ക്രിയാത്മകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിയാത്മകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാലിയേറ്റീവ് കെയർ, അതിന്റെ വേർഡിന്റെ ഒറിജിൻ എന്നതിൽ തന്നെയാണ് അതിന്റെ ആ ക്രിയാത്മകത്തിന്റെ വിശദീകരണം ഉള്ളത്. പാലിയേറ്റീവ് കെയറിന്റെ വേർഡ് ഒറിജിൻ ചെയ്യുന്നത് പാലിയം എന്നുള്ളൊരു ലാറ്റിൻ വാക്കുന്നാണ്. പാലിയം. ഈ പാലിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് ആവരണം അല്ലെങ്കിൽ പുതപ്പ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആ ഒരു മീനിങ് ഇവിടെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് രോഗം മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് രോഗിയെ ആ രോഗപീഠകളിൽ നിന്ന്, ആ രോഗം മൂലം ഉണ്ടാകുന്ന എല്ലാ സഫറിങ്സിൽ നിന്നും ആ രോഗിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുക. അതാണ് ക്രിയാത്മകം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ നല്ല ക്രിയേറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മളൊരു രോഗിയെ പരിചരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പോയി അവര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോരുക എന്നുള്ളതല്ല. എന്താണോ അവരുടെ ആവശ്യം, ആ ആവശ്യം കണ്ടറിഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ പരിചരണം കൊടുക്കാൻ. ഇപ്പോ ഈ ക്രിയാത്മകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ക്യാൻസർ രോഗികൾ എടുക്കുക. ക്യാൻസർ രോഗികളെ നമ്മൾ എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അങ്ങനെ പല സംഗതികൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതും ഈ ഒരു ആവരണം അല്ലെങ്കിൽ പൊതിയലിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മളല്ല കൊടുക്കുന്നതെങ്കിലും, അത് ഹോസ്പിറ്റലാണ് കൊടുക്കുന്നതെങ്കിലും അതും ഇതില് ഉൾപ്പെടും.
അതേപോലെ തന്നെ പിന്നെ ഏതൊക്കെ മേഖലകളിലാണോ ഏതൊക്കെ രൂപത്തിലാണോ അവർക്ക് പ്രയാസം അനുഭവിക്കുന്നത് ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റിയെടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മള് പിന്നെ കുറെ നാൾ കിടക്കുന്ന രോഗികളാകുമ്പോൾ അവരെ പിന്നെ പുറമൊക്കെ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അത് കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് അതിന് വേണ്ട ഡ്രസ്സിങ്ങോ ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അത് അവർക്ക് ചെയ്തു കൊടുക്കുക. അതേപോലെ ചില പേഷ്യൻസിന് നല്ല സെക്രീഷൻസ് ഉണ്ടാവും. സെക്രീഷൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ചുമയ്ക്കാനും കഴിയൂല, പിന്നെ വളരെ പ്രയാസപ്പെടും. ആ സമയത്ത് അവർക്ക് പിന്നെ അത് സക്ഷൻ ചെയ്തു കൊടുക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വരണം. ആ സമയത്ത് ആ ഒരു ഐഡിയ നമുക്ക് വരണം. അതാണ് ഇവിടെ ക്രിയാത്മകം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ പിന്നെ ഡെഫിനിഷനിൽ പറയണത്. അപ്പൊ ഈ സംഗതികളൊക്കെ ചെയ്യണമെങ്കിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ എന്താണ് രോഗം, അല്ലെങ്കിൽ അതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു വിവരവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പിന്നെ 2006 ഈ ഡെഫിനിഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, എപ്പോഴാണ് രോഗിക്ക് ഈ പാലിയേറ്റീവ് കെയർ ആവശ്യമായി വരുന്നത് എന്നുള്ള ഒരു സംഗതി ആദ്യത്തെ ഡെഫിനിഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്, ഒരു തെറ്റായ സൂചന നൽകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല്, ആദ്യത്തെ ഡെഫിനിഷനിൽ, ഞാനിപ്പോ പറഞ്ഞ ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, മാറ്റിയെടുക്കാൻ പറ്റാത്ത എന്നാണ് പറയുന്നത്. മാറ്റിയെടുക്കാൻ പറ്റാത്ത രോഗങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ എത്തുന്ന രോഗിക്ക് കൊടുക്കുന്ന കെയർ ആണ് പാലിയേറ്റീവ് കെയർ എന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. മാറ്റിയെടുക്കാൻ പറ്റാത്ത രോഗമുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിയ രോഗികൾക്ക് കൊടുക്കുന്ന കെയർ ആണ് പാലിയേറ്റീവ് കെയർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്ന എന്താന്ന് വെച്ചാല്, രോഗികൾ മരിക്കാനാവുന്ന സമയത്താണ് ഈ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത് എന്നുള്ള ഒരു തോട്ട് വരികയാണ്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല് ഈ മാറ്റിയെടുക്കാൻ പറ്റാത്തതെന്നുള്ള ഡോക്ടർമാര് വിധി എഴുതുന്നത് വരെ ഈ രോഗി കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് അത് കുറെ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ രോഗി അഡ്മിറ്റ് ആയിരിക്കും. രോഗിക്ക് വേണ്ട കുറെ ചികിത്സകൾ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കൊടുക്കും. അപ്പോഴൊന്നും പാലിയേറ്റീവ് കെയറിന്റെ ആവശ്യമില്ല. ഇനി ഇത് മാറൂല എന്ന് കാണുമ്പോഴാണ് പാലിയേറ്റീവ് കെയർ വേണ്ടത് എന്നുള്ള ഒരു സൂചനയാണ് ആദ്യത്തെ ഡെഫിനിഷനിൽ വരുന്നത്. എന്നാല് അങ്ങനെയല്ല. ഒരു രോഗം പിന്നെ നമ്മൾ കണ്ടെത്തുന്നതോട് കൂടി തന്നെ അവിടെ എന്താണ്, പാലിയേറ്റീവ് കെയറിന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് 2006 ഇതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പരിഷ്കരിച്ച് കൊണ്ടുവരുന്നത്. അപ്പം പിന്നെ ആദ്യത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ അതേ സംഗതികളൊക്കെ തന്നെ നിലനിൽക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, രോഗിനെ ആദ്യം മുതൽ തന്നെ രോഗിക്ക് പിന്നെ ഈ പാലിയേറ്റീവ് കെയർ പിന്നെ അവൈലബിൾ ആക്കുകയാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല്, പിന്നെ നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ ശരിക്കും നമ്മൾ വിചാരിക്കും ഹോം കെയർ മാത്രമാണ്, അതായത് വീട്ടിൽ പോയി കൊടുക്കുന്നത് മാത്രമാണെന്ന്. അങ്ങനെയല്ല. പാലിയേറ്റീവ് കെയർ നമുക്ക് വെച്ച് കൊടുക്കാം, പിന്നെ വീട്ടിൽ വെച്ച് കൊടുക്കാം, അതേപോലെ വേറെ ക്ലിനിക്കുകളിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെ അതിനുള്ള പിന്നെ സൗകര്യങ്ങള് ഉണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു അവസ്ഥയില് ഒരു രോഗിയുടെ രോഗം നമ്മള് കണ്ടെത്തുന്നത് മുതൽ അവർക്ക് നമ്മൾ പാലിയേറ്റീവ് കെയർ അവൈലബിൾ ആക്കി കൊടുക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നല്ലോണം നടന്നൊക്കെ പോകുന്ന മനുഷ്യനാണ്, പക്ഷെ അയാൾക്ക് ചെറുതായ ഒരു സ്ട്രോക്ക് വന്ന് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമുക്ക് വല്ല പിന്നെ എക്സർസൈസും കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള രൂപത്തിൽ ഏത് രൂപത്തിലാണോ നമുക്ക് ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഈ പിന്നെ തന്നെയല്ല ഇതിന്റെ ഒരു മെച്ചം, ഈ ഡെഫിനിഷൻ ഇങ്ങനെ ആക്കാൻ ഉള്ള ഒരു കാരണവും അതുകൊണ്ടുണ്ടായ വലിയ ഗുണമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് ആ ഏർലി ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്ന ഈ പാലിയേറ്റീവ് കെയർ കൊണ്ട് ഒരുപാട് രോഗങ്ങളുടെ പിന്നെ എന്താ പറയാ, അതിന്റെ പരിണതി തന്നെ മാറിയിട്ടുണ്ട്.
അതായത് ഇപ്പൊ നമ്മൾ ഒരു രോഗം വന്നു, ആ രോഗത്തിലൂടെ അങ്ങനെ കടന്നുപോയി അവസാന സ്റ്റേജിൽ നമ്മൾ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ല ഇംപ്രൂവ്മെന്റ്, അതല്ലെങ്കിൽ നല്ല ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് പാലിയേറ്റീവ് കെയർ ആദ്യം മുതലേ കൊടുക്കുന്ന രോഗികൾക്ക്. പാലിയേറ്റീവ് കെയറിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ എല്ലാ രൂപത്തിലുള്ള കെയറും കൊടുക്കുന്നുണ്ടല്ലോ, ഫിസിക്കലും മെന്റലും സോഷ്യലും ഒക്കെ. അപ്പൊ നമ്മൾ ഇത് ആദ്യം മുതലേ ആ രോഗിക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ സോഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യുക, എക്കണോമിക്കലി അവർക്ക് സാമ്പത്തികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ആത്മീയമായിട്ട് അവർക്ക് ഇപ്പം ഏതെങ്കിലും മൗലവിമാരെ അല്ലെങ്കിൽ ഉസ്താദുമാരെ ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മള് അവർക്ക് വേണ്ട ടീച്ചിങ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ചെയ്യുമ്പം അവരുടെ അസുഖത്തിന്റെ തീവ്രത കുറയുകയും അത് നല്ലൊരു ഗുണം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഈ നിർവചനം പരിഷ്കരിച്ചത്. ആ ഒരു നിർവചനം അനുസരിച്ച് എന്താന്ന് വെച്ചാല് കാലേക്കൂടി രോഗപീഠ കണ്ടെത്തുകയും ശരിക്കും അത് വിലയിരുത്തുകയും ചികിത്സിക്കുകയും ചെയ്യുക വഴി രോഗിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ചികിത്സാ രീതി എന്നുകൂടി അതിൽ ചേർക്കുകയുണ്ടായി. അതാണ് രണ്ടാമത് ആഡ് ചെയ്ത സംഗതി. രണ്ടാമത് ആഡ് ചെയ്തത് ആണ് ഞാനിപ്പം വായിച്ച സംഗതി. അതിൽ രോഗിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക, ക്വാളിറ്റി ഓഫ് ലൈഫ്, അതാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പം രോഗികൾക്ക് നമുക്ക് ഏതെങ്കിലും ടാബ്ലറ്റ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതേപോലെ ഈ വേറെ നെബുലൈസർ, അതേപോലെ സക്ഷൻ മെഷീൻ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റുമെങ്കിൽ അവർക്ക് അത് വളരെ ആശ്വാസമായിരിക്കും. തന്നെയല്ല കുടുംബത്തിന് ഒരുപാട് ആശ്വാസമായിരിക്കും. കാരണം ഒരാള് രോഗിയാവുന്നതോട് കൂടി ആ രോഗി മാത്രല്ല, ആ കുടുംബം മൊത്തം ഒരു വല്ലാത്തൊരു നിരാശയിലേക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കും പോണ സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പൊ ആ കുടുംബത്തിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ആളായിരിക്കും ജോലിക്ക് പോണത്. അവര് സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടായിരിക്കും ആ കുടുംബം പുലരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയില് പാലിയേറ്റീവ് കെയറിന്റെ സഹായം അല്ലെങ്കിൽ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരുപാട് നല്ല രൂപത്തിൽ നല്ല മനക്കരുത്തോടു കൂടി ആ ഒരു സിറ്റുവേഷനെ നല്ല രൂപത്തിൽ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അവിടെ കിട്ടും. അപ്പൊ ഇതിന് ഈ ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ കാര്യം പറയുമ്പോൾ രണ്ട് സംഗതികളാണ് പറയുന്നത്. ഒന്ന്, രോഗിയുടെ അഭിലാഷങ്ങൾ, രോഗിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു സംഗതി ജീവിത യാഥാർത്ഥ്യം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുക. ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആളാന്ന് വിചാരിക്കാം. ആ മനുഷ്യന് നമ്മൾ മെല്ലെ 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 എക്സർസൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മെല്ലെ അവരെ എണീറ്റിരിക്കാൻ പറ്റിയ രൂപത്തിലാക്കി. അപ്പൊ എണീറ്റ് നടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം എണീറ്റ് നടക്കുക എന്നുള്ളതാണ്. ആ കിടക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഈ ഒരു ആഗ്രഹം വെച്ച് പുലർത്തിയത്. അപ്പൊ നമ്മള് പണിയെടുത്ത് അവരെ ഹെൽപ്പ് ചെയ്ത് മെല്ലെ ഇരിക്കാൻ പറ്റിയ രൂപത്തിലാക്കി. അതേസമയം ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോക്ക് വന്ന മനുഷ്യന് പെട്ടെന്ന് എണീറ്റ് അങ്ങോട്ട് ഓടി നടക്കാനൊന്നും പറ്റൂല. അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മെല്ലെ മെല്ലെ ആണ് ആ ഒരു ഡിസീസ് കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിൽ നിന്ന് റിലീവ് ആയിട്ട് വരുള്ളൂ. അത് ജീവിത യാഥാർത്ഥ്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ആരോടും പറയണില്ല നിങ്ങൾ ഈ എക്സർസൈസ് ഒക്കെ ചെയ്താൽ നാളെ മുതൽ നിങ്ങൾക്ക് എണീറ്റ് നടക്കാമെന്നൊന്നും ഒരാളോടും നമ്മൾ പറയണില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആഗ്രഹം ഓടി നടക്കുക എന്നുള്ളതായിരുന്നെങ്കിലും അദ്ദേഹം കിടന്നിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാല് ബെഡ് റിഡൺ ആയിട്ട് കിടക്കുകയാണ്. ആ അവസ്ഥയെ നമ്മൾ ഇരിക്കാവുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. അപ്പം എന്തായി? അവിടെ ഗ്യാപ്പ് കുറഞ്ഞു അല്ലെ? ആ ബെഡ് റിഡൺ ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മള് എന്ത് ചെയ്തു? ഇരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചു. അപ്പൊ അവിടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ മെല്ലെ വീൽ ചെയറിലേക്ക് എടുത്തു വെക്കാന്ന് വിചാരിച്ചോ. അപ്പൊ വീൽ ചെയറിൽ ഇരുന്ന് ഒന്ന് പുറത്തു പോയി ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരവസ്ഥ, എല്ലാവരെയും കാണാൻ കഴിയുന്ന ഒരവസ്ഥ, അങ്ങനെ ആ ഒരു കുടുംബവുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. പക്ഷെ അവിടെ ജീവിത യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് അവിടെ ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഈ ആഗ്രഹാഭിലാഷങ്ങൾ എന്താണോ അത്
നമ്മൾ മെല്ലെ മെല്ലെ കുറേശ്ശെ ആയിട്ട് രോഗിക്ക് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഡെഫിനിഷനാണ് അതിൽ വരുന്നത്. ഈ പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ള ആ ഒരു സംഗതിയിൽ വരുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ കോഴിക്കോട് തുടങ്ങിയ ഇത് 1993-ലാണ്. പിന്നെ മലപ്പുറത്ത് അത് കഴിഞ്ഞാണ് തുടങ്ങിയത്. മലപ്പുറത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന് യൂണിറ്റുകൾ ഉള്ളത് എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഓരോ വർഷവും എന്നാണ് പാലിയേറ്റീവ് ദിനം എല്ലാവർക്കും അറിയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ പാലിയേറ്റീവ് ദിനം എന്നാണ്? ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ളല്ലോ. കേൾക്കണ്ടോ? കേൾക്കണുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? പാലിയേറ്റീവ് ദിനം എന്ന് പറഞ്ഞാല് വേൾഡ് ലെവലില് പാലിയേറ്റീവ് ദിനം എന്ന് പറയുന്നത് ഒക്ടോബറിലെ സെക്കൻഡ് സാറ്റർഡേ ആണ്. ഒക്ടോബർ മാസത്തെ സെക്കൻഡ് സാറ്റർഡേ. പക്ഷെ കേരളത്തില് നമ്മള് ആ പാലിയേറ്റീവ് ദിനം പിന്നെ ആഘോഷിക്കാന്ന് പറയാൻ പറ്റൂല, ആചരിക്കുന്നത് പിന്നെ ജനുവരി 15-നാണ്. അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ജനുവരി 15-നാണ് ഈ പാലിയേറ്റീവ് ദിനം നമ്മൾ ആചരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഇതിന്റെ ലക്ഷ്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പിന്നെ രോഗങ്ങളിൽ നിന്നും അതേപോലെ രോഗപീഠകളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം രോഗികൾക്ക് കിട്ടുക, ക്വാളിറ്റി ഓഫ് ലൈഫ് അത് നേരത്തെ നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ പറഞ്ഞ കാര്യത്തിൽ അത് ഇംപ്രൂവ് ചെയ്യുക, പിന്നെ രോഗിക്കും കുടുംബത്തിനും നല്ലൊരു സപ്പോർട്ട് കിട്ടുക. ഇതൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ലക്ഷ്യങ്ങൾ. പിന്നെ അവരുടെ പിന്നെ മെന്റൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുക, ഈ ഒരു രൂപത്തിലുള്ള സംഗതികളൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഒരു പാലിയേറ്റീവ് കെയറിനെ പറ്റിയിട്ട് ചില തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ചിലരൊക്കെ വിചാരം എന്താന്ന് വെച്ചാല് ഇത് മരണം വേഗത്തിലാക്കാനുള്ള എന്തോ ഒരു സംഗതിയാണെന്ന്. അങ്ങനെയല്ല. മരണം വേഗത്തിലാക്കാനും അല്ല, മരണത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാനും അല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ ഒരു സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരാൾക്കും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വഴുതി മാറാനൊന്നും പറ്റൂല. പക്ഷെ ആ ജീവിക്കുന്ന കാലത്തോളം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആ ലൈഫ് കൊണ്ടുപോകാനും നല്ലൊരു അവസ്ഥയിൽ മരണം പുൽകാനും ഒരു രോഗിയെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പാലിയേറ്റീവ് കെയർ ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളതാണ്. അത് എല്ലാ മേഖലകളിലും തന്നെ ഉണ്ട്. മെയിൻലി നമുക്ക് അറിയുന്നത് ക്യാൻസർ രോഗികളാണ് അല്ലെ. ക്യാൻസറിന്റെ അവസാനം എന്ന് പറയല്ല, പിന്നെ ആദ്യം മുതൽക്ക് തന്നെ ഉണ്ട്. അതിൽ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ഒക്കെ എടുത്തിട്ട് അവശതകൾ അനുഭവിക്കുന്ന രോഗികളുണ്ടാവും, പെയിൻ അനുഭവിക്കുന്ന രോഗികളുണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു പിന്നെ കെയർ കിട്ടുന്നത്. രണ്ടാമത് പിന്നെ ഷുഗർ പ്രഷർ ഒക്കെ വന്നിട്ട്, അതേപോലെ ഷുഗർ ഒക്കെ വന്ന് കാലൊക്കെ മുറിക്കേണ്ട അവസ്ഥ വരുന്ന രോഗികളുണ്ടാവും. അതുപോലെ ഹാർട്ട് ഫെയിലിയർ ഒക്കെ വന്നിട്ട് പിന്നെ നീര് വെച്ച രോഗികളുണ്ടാവും. ഇങ്ങനൊക്കെയുള്ള രോഗികൾക്കും ഇതിന്റെ കെയർ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ഭിന്നശേഷിയുള്ള കുട്ടികൾ, പിന്നെ ഓട്ടിസവും ഒക്കെ വന്നിട്ടുള്ള അതുപോലുള്ള കേസുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാലിയേറ്റീവ് കെയർ പിന്നെ അവൈലബിൾ ആക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പം നമ്മൾ വിചാരിക്കും അലോപ്പതി മാത്രമാണ് ഈ പാലിയേറ്റീവ് കെയറിൽ യൂസ് ചെയ്യണമെന്ന്. അങ്ങനെയൊന്നുമില്ല. അവിടെ ഏത് പിന്നെ മെഡിസിനും അവിടെ എന്ത് ചെയ്യും, ഫലപ്രദമാവും. അതായത് ഒരു കമ്മ്യൂണിറ്റി ഒന്നിച്ചാണല്ലോ ഇതിന് ഇറങ്ങണത്. അതായത് ഒരാളോ അല്ലെങ്കിൽ ഒരു ടീമായിട്ടുള്ള വർക്കാണ്. ഒരാള് മാത്രമല്ല ഇതിന് പോണത്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, ആ ഒരു മഹല്ലില്, ആ ഒരു മേഖലയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും, നേഴ്സുമാരുണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും, വോളണ്ടിയേഴ്സ് ഉണ്ടാവും, അല്ലാത്ത വോളണ്ടിയേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ പലരും ചേർന്നതാണ് ഈ ഒരു സംരംഭം. അപ്പൊ അവിടെ ഒരു രോഗിക്ക് ഇപ്പൊ ആയുർവേദ മെഡിസിൻ ആണ് അവർക്ക് ഫലം ചെയ്യാൻ തോന്നുന്നെങ്കിൽ അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ അതല്ല അവർക്ക് ഹോമിയോ മെഡിസിൻ ആണെങ്കിൽ അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു മേഖലയിലുള്ള മെഡിസിനും ഈ ഒരു ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇനി പറയാനുള്ളത്, ഒരു മിനിറ്റ്,
ഇനി പറയാനുള്ളത്, നമ്മള് ഒരു ഒരു രോഗിയുടെ അടുത്ത് ചെന്നാല് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു സംഗതിയെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മള് പ്രവാചകന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മളൊരു ഗുഡ് ലിസണർ ആവുക. നമ്മൾ കേൾക്കുക, ആളുകളെ നമ്മൾ കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പലപ്പോഴും നിങ്ങൾക്കറിയാം, ചില പ്രത്യേകിച്ച് സ്ത്രീകൾ ഒക്കെ പറയും, ആ ഡോക്ടർ, ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി, ആ ഡോക്ടർ ഒരു സുഖമില്ല, നമ്മൾ പറയണൊന്നും കേൾക്കാൻ നേരമില്ല. അതേസമയം അതേപോലെ അത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറൊരാള് അവര് നല്ലോണം ആ രോഗിനെ കേൾക്കാൻ നിന്നാല് അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഗുഡ് ലിസണർ ആവുക. അവരുടെ പ്രയാസങ്ങളൊക്കെ അത് പറഞ്ഞു തീരണവരെ നമ്മൾ സമയം കൊടുക്കുക. ഒരു സമയമില്ലാത്തൊരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി. പിന്നെ അവരുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, അവരുടെ രോഗവിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. പിന്നെ ഇപ്പോ കെയർ കൊടുക്കണ സംഗതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ചെയ്യണ സംഗതി എന്ന് പറഞ്ഞാൽ, അത് ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ചെയ്യണ എല്ലാം നഴ്സുമാർക്ക് ചെയ്യേണ്ടി വരില്ല, നഴ്സുമാർ ചെയ്യണ എല്ലാം പിന്നെ സോഷ്യൽ വർക്കർക്ക് ചെയ്യാൻ കഴിയലുണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഒരു രോഗിയെ, ഒരു കിടപ്പ് രോഗിയാണെങ്കിൽ അദ്ദേഹത്തിന് A to Z അല്ലെ നമ്മള് കെയർ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊരു സംഗതി, ആ കുടുംബത്തെയും അത് പഠിപ്പിച്ചു കൊടുക്കുക, അവരെയും അതിനെപ്പറ്റി അവെയർ ആക്കുക എന്നുള്ളതാണ്. അവർക്ക് അതിനെപ്പറ്റി നല്ലൊരു ബോധം കൊടുക്കണം. ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു സംഗതി, മെഡിസിൻസ് ഡോക്ടർ എഴുതിയ മെഡിസിൻസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ നമുക്കൊന്നും എടുത്തു കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. അതിനെ പറ്റിയൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കുമ്പം അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ നഴ്സുമാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ഒക്കെ ആയിരിക്കും. അപ്പോഴും ആ ഫാമിലിയെ അത് പഠിപ്പിച്ചു കൊടുക്കുക, ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇത് എത്ര നേരമാണ് കൊടുക്കേണ്ടത് എന്നുള്ള സംഗതി അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയവരായിരിക്കും ഈ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ. മോർഫിൻ പോലുള്ള മരുന്നൊന്നും ശരിക്കും അവിടെ പോയിട്ട് കൊടുക്കണില്ല, വീട്ടിൽ വെച്ച് കൊടുക്കണില്ല, ഹെൽത്ത് സെന്ററിനാണ് കൊടുക്കണതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ ആണല്ലോ വേദനക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകൾ. പിന്നെ ഒരു രോഗിയെ എന്തൊക്കെ പ്രയാസങ്ങളാണോ അവർ അനുഭവിക്കുന്നത്, ആ പ്രയാസങ്ങൾക്കൊക്കെ ഉള്ള നമ്മൾക്ക് കഴിയണ ആ സഫറിങ്സ് നിന്ന് നമുക്ക് കഴിയുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മെയിൻലി ഒന്ന് അവരെ ഹൈജീനാണ്, അല്ലെ? ഒരു ഹൈജീൻ എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു യാത്ര പോയി വിചാരിക്കാം, ഒരു യാത്രയോടാണ് നമ്മൾ ഈ ഒരു രോഗാവസ്ഥയെ കണക്കാക്കേണ്ടത്. അതായത് ഒരു രോഗം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി വിചാരിക്കുക. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആകെ ഒരു ഒന്ന് വരണം, കുളിക്കണം, ഒക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം എന്നുള്ള ഒരു ചിന്ത അല്ലേ ഉണ്ടാവുക. നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നാലും അങ്ങനെ തന്നെ ഉണ്ടാവുക. അതേ ഒരു അവസ്ഥയിലായിരിക്കും ആ കിടപ്പ് രോഗി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഇങ്ങനെ ബെഡില് കിടക്കുകയാണല്ലോ ചെയ്യുന്നത്, അവർക്ക് വേറൊരു ലോകമല്ല. അപ്പൊ ആ ഒരു അവസ്ഥയെന്ന് മാറണം എന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആ ക്ലെൻലിനെസ് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തല മുതല് ശരീരം മുഴുവനും വൃത്തിയാക്കി കൊടുക്കുക. അതേപോലെ വായ, പ്രത്യേകിച്ച് വായ, നമ്മൾ വിചാരിക്കും മൂക്കിലൂടെ ട്യൂബ് ഇട്ടാല് വായയിലൂടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യാ, ചെറുനാരങ്ങന്റെ നീര് ആണ് ശരിക്കും ഏറ്റവും നല്ല ഒരു സംഗതി. അത് വെള്ളത്തിൽ സ്ക്വീസ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് വായ നമ്മൾ ക്ലീൻ ആക്കി കൊടുത്താൽ തീരെ അങ്ങനെ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഇതൊക്കെ കിട്ടാനുണ്ട്, മറ്റെന്താണ് മൗത്ത് വാഷും സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ മൗത്ത് വാഷിനേക്കാളൊന്നും കെമിക്കൽ ഒന്നും അല്ലാത്തൊരു സാധനമാണ് ഈ പറഞ്ഞ ഒരു സംഗതി. അങ്ങനെ അങ്ങനെ ഏതൊരു കെയർ ആണെങ്കിലും, വായ ആണെങ്കിലും, അതുപോലെ ബാക്ക്, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു സംഗതി, കിടപ്പ് രോഗിയെ നമ്മൾ എല്ലാ 2 മണിക്കൂറും മാറ്റി പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടത്തിയിട്ടില്ലെങ്കിൽ അത് അവരെ പുറം പൊട്ടാൻ കാരണമാവും. പുറം എവിടെങ്കിലും പൊട്ടിക്കഴിഞ്ഞാല് അത് മാറലും ഭയങ്കര വേറൊരു വലിയ ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട്
എല്ലാ 2 മണിക്കൂറും ഇത് നമ്മളിപ്പോ അവിടെ 24 മണിക്കൂറും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാല് അവരെ അവരെ പിന്നെ കുടുംബത്തിനെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി. പിന്നെ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാല് ഫീഡിങ്, ഇപ്പൊ കിടപ്പ് രോഗികൾക്ക് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടാണല്ലോ ഭക്ഷണം കൊടുക്കുക. അപ്പൊ അതിന്റെ ഫീഡിങ് ടെക്നിക്ക് അതൊക്കെ ശരിക്കും ഫീൽഡിൽ പോകുമ്പോൾ പിന്നെ പഠിക്കുന്ന ഒരു സംഗതിയാണ്. മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് അതിൽ ഇപ്പൊ 200 ml ആണ് മിനിമം വെച്ച് നമ്മൾ കൊടുക്കുക. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഛർദിക്കുകയോ ഒക്കെ ചെയ്യും. കാരണം ഇത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്ത 2 മണിക്കൂറിൽ അടുത്ത 200 ml കൊടുക്കുക. അങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് കൊടുക്കുക. അല്ലാതെ നമുക്ക് കൂടുതൽ ഒന്നിച്ച് കൊടുക്കാൻ കഴിയൂല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സെക്രീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സക്ഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്വാസതടസ്സം ഉണ്ടാവുന്ന രോഗികള്. ശ്വാസതടസ്സം ഉണ്ടാവുന്ന ഈ രോഗികൾക്ക് പിന്നെ നമ്മൾ ഓക്സിജന് അതല്ലെങ്കിൽ നെബുലൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങള് ഇതൊക്കെ ഇന്ന് പാലിയേറ്റീവ് കെയറിന് അവൈലബിൾ ആക്കുന്നുണ്ട്. അവര് പാലിയേറ്റീവ് കെയറിന് കിട്ടുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ബെഡ്, വാട്ടർ ബെഡ്, എയർ ബെഡ് ഇതൊക്കെ പാലിയേറ്റീവ് കെയറിന് രോഗികൾക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഫീൽഡിലുള്ള ആളുകള് അവർക്ക് ഏറ്റവും നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വർഷത്തെ പാലിയേറ്റീവ് കെയറിന്റെ തീം ആർക്കെങ്കിലും അറിയോ? അതായത് ഞാനും ഉണ്ട് പരിചരണത്തിന് എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു തീം. ആ ഒരു അർത്ഥത്തില് പിന്നെ പാലിയേറ്റീവ് കെയർ നമ്മൾ ഉൾക്കൊള്ളാം. പിന്നെ കുറെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്. അതൊക്കെ ഈ പാലിയേറ്റീവ് കെയറിൽ കഴിയുന്നതും നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വേറൊരു സംഗതി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും മുറിവുണ്ട്, അതല്ലെങ്കിൽ നല്ല മസിൽ പെയിൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന രോഗികൾക്ക് നല്ല വേദന ആയിരിക്കും. അവർക്ക് ഒരു കാലൊക്കെ നമുക്ക് തൊട്ട് നോക്കി അറിയാം, അല്ലെങ്കിൽ പൊക്കി നോക്കി അറിയാം, പൊങ്ങൂല. തലയൊക്കെ നിങ്ങൾ പൊക്കി നോക്കിയാല് അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പൊ കാലും കൈയും ഒക്കെ അതുപോലെ ഭയങ്കര വേദന ആയിരിക്കും. ആ ഒരു വേദനയിൽ നിന്ന് അവർക്ക് റിലീഫ് കൊടുക്കാൻ നമുക്ക് കുറച്ചു നേരം ഒഴിഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ വേദനക്ക് പറ്റിയ ക്രീമുകൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെയുള്ള സംഗതികൾ. അതേപോലെ ചിലർക്ക് എക്സർസൈസ് ചെയ്താൽ ചിലപ്പം മാറും. ഇനിയിപ്പൊ ചെറുതായിട്ടൊക്കെ നടക്കാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ അവരെ കുറേശ്ശെ നമ്മൾ നടത്തിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ സംഗതി പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ മാത്രം ചെയ്യാന്നുള്ളതല്ല, ആ കുടുംബത്തെ ഇതിന് പ്രാപ്താക്കുക എന്നുള്ളതാണ്. അവര് ശരിക്കും ഇത് ഉൾക്കൊള്ളുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോഴും കൂടിയാണ് ഇത് ഈ പറഞ്ഞ രൂപത്തിൽ ആവുള്ളൂ. ഈ കിടത്തലും മറിച്ച് കിടത്തലും ഒക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ കൃത്യമായിട്ട് 2 മണിക്കൂർ വെച്ച് അവർ ചെയ്താൽ മാത്രമേ പുറവും പിന്നെ അതുപോലെ സൈഡും ഒന്നും ആ രോഗിക്ക് പൊട്ടാതെയും കൂടുതൽ ഉപദ്രവമില്ലാതെയും പിന്നെ ഒരു നല്ല നിലയിൽ ആ രോഗത്തെ നേരിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇനി പറയാനുള്ളത്, അപ്പം ഒരുവിധം ആ ഭാഗമൊക്കെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പാലിയേറ്റീവ് കെയറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് നമുക്ക് ഇത് ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ, അല്ലെങ്കിൽ നമ്മളെ പ്രചോദനം എന്താണ് അല്ലെ എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നാളെ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലം മാത്രമാണ് നമ്മൾക്ക് ഇതിനുള്ള ഒരു പ്രചോദനം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മളെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. നമുക്കറിയാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ ഒരിക്കല് പള്ളിയിൽ, മദീന പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പിന്നെ ഒരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. അയാളുടെ ആവശ്യം എന്താണ്? അയാൾക്കൊരു കടബാധ്യത ഉണ്ട്, അത് തീർത്തു തരണം എന്നുള്ളതാണ് അയാളുടെ ആവശ്യം. അപ്പൊ തന്നെ പിന്നെ ഇബ്നു അബ്ബാസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പോയിട്ട് ആ
ഒരു പ്രശ്നം തീർത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇത്തിക്കാഫിലല്ലേ, ഇത്തിക്കാഫ് ഒന്ന് പോരാൻ കഴിയോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണ്? ഒരാളുടെ പ്രയാസം തീർത്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങള് 10 വർഷം ഇത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യം അതുകൊണ്ട് ലഭിക്കും എന്നുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരാളുടെ പ്രയാസം നമ്മൾ ദൂരീകരിച്ച് കൊടുത്താൽ അള്ളാഹുവിന്റെ അടുത്ത് അത്രയും വലിയ പ്രതിഫലമാണ് നമുക്ക് നമ്മളെ കാത്ത് ഇരിക്കുന്നത് എന്നുള്ളൊരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നമ്മൾ ഒരു അറുപ്പും ഒരു വെറുപ്പും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അള്ളാഹുവിനോട് കുറെ ബാധ്യതകളുണ്ട്, അതേപോലെ നമുക്ക് സമസൃഷ്ടികളോടുള്ള ബാധ്യതകളുണ്ട്, അല്ലെ? അള്ളാഹു തന്നെ പറയണ്ടല്ലോ. അപ്പൊ നമ്മൾ അള്ളാഹുവിനോടുള്ള ബാധ്യത ആരാധനാ കർമ്മങ്ങളിലൂടെ എപ്രകാരമാണോ നമ്മൾ പൂർത്തീകരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ സമസൃഷ്ടികളോടുള്ള ബാധ്യത അവരുടെ പ്രയാസം ദൂരീകരിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്ത് തീർക്കേണ്ടത്. അപ്പം രോഗം എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ് ശരിക്കും, അല്ലെ? രോഗം അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അപ്പൊ ആ ഒരു പരീക്ഷണത്തിൽ ആ രോഗി എത്രത്തോളം സബറോടുകൂടി ആ രോഗത്തെ നേരിടുന്നു എന്നുള്ളതാണ് ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത്. അത് മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തളർത്തിക്കളയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നേരത്തെ ഫാസിനത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കൊല്ലത്ത് പോയി എന്ന് പറഞ്ഞല്ലോ. കൊല്ലത്ത് പോയത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടാണ് പോയത്. അദ്ദേഹം ഒരു ദിവസം, ഇന്നലത്തേക്ക് ഒരു വർഷം തികഞ്ഞു, പെട്ടെന്ന് അബോധാവസ്ഥയിലായി. കഴിഞ്ഞ ഫെബ്രുവരി 4-നാണ് അദ്ദേഹം പെട്ടെന്ന് അബോധാവസ്ഥയിലായി, സ്ട്രോക്ക് വന്ന് അങ്ങനെ 4 മാസമാണ് കണ്ണു പോലും തുറക്കാതെ ഒരു വാക്കുരിയാടാതെ ഇവിടെ റിയാദിൽ കിടക്കുകയും പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും നാട്ടിൽ നിന്ന് അദ്ദേഹം അള്ളാഹുലേക്ക് യാത്രയാകുകയും ചെയ്തത്. അപ്പോ പെട്ടെന്നാണ് നമ്മളെ ജീവിതം അപ്സൈഡ് ഡൗൺ ആവുന്നത്, അല്ലെ? നമുക്കാർക്കും പറയാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ കഴിയാത്ത ഒരു രൂപത്തിലാണ് കാര്യങ്ങൾ മറിയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഗതി, ഞാൻ പറയാൻ വിട്ട ഒരു സംഗതി, നമ്മൾ രോഗികളുടെ അടുത്ത് പോകുമ്പോൾ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, അതേപോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഞാൻ വീണ്ടും നമ്മളെ പ്രചോദനത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കല് ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലെത്തിയിട്ട് അവർക്ക് വേണ്ട സംഗതികളൊക്കെ രാവിലെ പോയിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോ അത് കുറെ കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി അറിയണത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പം എന്താ പറഞ്ഞത്, ഈ ഒരു സംഗതിയില് താങ്കൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താണ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഈ പാലിയേറ്റീവ് മനസ്സിനെ നമ്മൾ എത്രത്തോളം ഏറ്റെടുത്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി. അവരെ നമുക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയും, അതുപോലെ ക്ലാസ് കേൾക്കാൻ കഴിയും, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷെ അവരുടെ ആ ഒരു മനസ്സ്, അത് നമ്മൾ എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട സംഗതിയാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി ജീവിതവും അതോടൊപ്പം സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം മനുഷ്യനുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി. ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയോട് 5 ബാധ്യതകളുണ്ട്. അതിലൊരു ബാധ്യതയായിട്ട് പറയുന്നത് എന്താണ്? അതിലൊരു ബാധ്യതയായിട്ട് പറയുന്നത് രോഗിയായാല് പരിചരിക്കുക എന്നുള്ള ഒരു സംഗതിയാണ് അതിൽ പറയുന്നത്. പിന്നെ വേറെയും 2-3 ഹദീസുകൾ ഉണ്ട്. എല്ലാം ഒന്നും ഇവിടെ പറയാൻ സമയമല്ല. ഒരു ഹദീസില് പറയുന്നത് എന്താന്ന് വെച്ചാല്, ആരെങ്കിലും ഒരു രോഗിയെ പരിചരിച്ചാല് ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയും, നീ നല്ലതാണ് ചെയ്തത്, നിന്റെ നടത്തം ഗുണകരമായി ഭവിച്ചു, സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനം നീ കരസ്ഥമാക്കി എന്ന് പറയും. അപ്പൊ അത്രയും പുണ്യം ഒരു രോഗിയെ പരിചരിച്ചാൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആരെങ്കിലും ഒരാൾ രോഗിയെ സന്ദർശിച്ച് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്താൽ അവിടെ നിന്ന് മടങ്ങുന്നത് വരെ അവർക്ക് സ്വർഗത്തിന്റെ പരിമളം
പരിമളത്തിലായിരിക്കും അവരുണ്ടാവുക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളൊക്കെ കേട്ട ഹദീസാണ്, രാവിലെ പിന്നെ രോഗസന്ദർശനം ചെയ്ത ഒരാൾ വൈകുന്നേരം വരെയും, വൈകുന്നേരം രോഗസന്ദർശനം ചെയ്ത ആൾക്ക് പിറ്റേന്ന് രാവിലെ വരെയും 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നുള്ളൊരു സംഗതി നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഇതൊക്കെ പറയണത് എന്താന്ന് വെച്ചാല്, നമ്മളൊരു സംഗതി ചെയ്യുമ്പം അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൂടി ചെയ്യാന്നുള്ള ഒരു സംഗതി ഉണ്ട് അല്ലെ. നമ്മൾ ഇഹ്സാനോട് കൂടിയിട്ട് ചെയ്യണം. അപ്പൊ അള്ളാഹു മുഹ്സിനീങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു അല്ലെ. ഇന്ന അല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൂറ അറാഫിൽ പറയുന്നുണ്ട്, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് മുഹ്സിനീങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നന്മ, ഏതൊരു ചെറിയ നന്മയും അള്ളാഹുവിന്റെ അടുത്ത് വളരെയധികം പ്രതിഫലം കിട്ടുന്ന ഓരോ സംഗതികളാണ്. അതേപോലെ തന്നെ മൂന്നാമതൊരു ഹദീസ് പറയണത് എന്താന്ന് വെച്ചാല്, വിധവകൾക്കും അതേപോലെ അശരണർക്കും വേണ്ടി പണിയെടുക്കുന്നവര് അള്ളാഹുവിന്റെ മാർഗത്തിലെ മുജാഹിദുകളാണ് എന്ന് ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പകല് മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്ത പ്രതിഫലത്തിന് തുല്യമാണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്, സാമൂഹിക ഉത്തരവാദിത്തമാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ആദ്യം ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ സത്യവിശ്വാസികളാണ്. ആ ഒരു രൂപത്തില് ഇതിനെ നമ്മൾ കാണുകയും ഇതിന്റെ പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾക്ക് നൽകുകയും നമ്മൾക്ക് കിട്ടുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഏറ്റവും നല്ല ഇഖ്ലാസോട് കൂടി നമ്മൾ ഈ ഒരു മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആരുടെ അടുത്തൊന്നും അതിനൊരു എന്താ പറയാ നല്ല വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മള് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു പണിക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം അള്ളാഹുവിന്റെ എല്ലാ സഹായവും നമുക്കുണ്ടാവും, അള്ളാഹുവിന്റെ എല്ലാ പ്രതിഫലവും നമുക്കുണ്ടാവും. അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.